തമിഴ്നാട്ടിലെ പ്രമുഖർ താമസിക്കുന്ന സ്ഥലമാണ് പോയസ് ഗാർഡൻ. പോയസ് ഗാർഡനിൽ ധനുഷ് വീട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ധനുഷിനെ പറ്റി പ്രചരിച്ചിരുന്നു. രജനീകാന്തിനോട് മത്സരിക്കുവാൻ വേണ്ടിയാണ് ധനുഷ് അവിടെ വീട് വാങ്ങിയത് എന്നായിരുന്നു ഈ പ്രചാരണങ്ങൾ. ഇപ്പോഴിതാ തന്നെക്കുറിച്ച് വന്ന ഇത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയാണ് ധനുഷ്. പോയസ് ഗാർഡനിൽ വീട് പണിയുന്നത് ഇത്ര വലിയ വിവാദമാകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ താൻ വീട് പണിയില്ലായിരുന്നു എന്നാണ് ധനുഷ് പറയുന്നത്. താൻ ആരുടെ ആരാധകനാണെന്ന് നിങ്ങൾക്കറിയാം. രജനി സാറിന്റെ വലിയ ആരാധകനാണ് താൻ. അദ്ദേഹത്തിന്റെ വീട് പോയസ് ഗാർഡനിലാണ്. മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെയും വീട് അവിടെയാണ്. പോയസ് ഗാർഡനിൽ ഒരു വീട് പണിയുക എന്നത് തന്റെ ആഗ്രഹമായിരുന്നുവെന്നും ധനുഷ് പറയുന്നു. താൻ ആരാണെന്ന് ദൈവത്തിനറിയാം. തന്റെ മാതാപിതാക്കൾക്കും ആരാധകർക്കും ഒക്കെ അറിയാമെന്നും ധനുഷ് പറയുന്നുണ്ട്. കരിയറിന്റെ തുടക്കകാലം മുതൽ തന്നെ ബോഡി ഷേമിങ്ങിനും മറ്റ് അനാവശ്യ വിവാദങ്ങൾക്കും ഇരയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് തനിക്ക് പോയസ് ഗാർഡനിൽ ഒരു വീട് വാങ്ങിക്കൂടാ എന്നും ധനുഷ് ചോദിക്കുന്നുണ്ട്. പുതിയ ചിത്രം രായന്റെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കവെയാണ് താരത്തിന്റെ പരാമർശം. അതേസമയം അടുത്ത കാലത്ത് തമിഴകത്ത് മിക്കപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ നടനാണ് ധനുഷ്. ഐശ്വര്യ രജനീകാന്തുമായുള്ള വിവാഹമോചനം, ഒപ്പം ഗായിക സുചിത്ര ഉന്നയിച്ച ആരോപണങ്ങൾ എന്നിവയായിരുന്നു ഇതിന് പിന്നിലെ കാരണങ്ങൾ. ഗായിക സുചിത്ര ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയും ധനുഷിന്റെ വാക്കുകളിലുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു സുചിത്ര ഉന്നയിച്ചത്. സുചി ലീക്സിന് പിന്നിൽ ധനുഷും സംഘവുമാണെന്നും കൈവിട്ടു പോയൊരു പ്രാങ്കായിരുന്നു അതെന്നും സുചിത്ര ആരോപിച്ചു. തന്റെ മുൻ ഭർത്താവ് കാർത്തിക് കുമാറും ധനുഷും ചേർന്നാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഫോട്ടോകൾ പുറത്തുവിട്ടതെന്നും സുചിത്ര തുറന്നു പറഞ്ഞിരുന്നു. ധനുഷിന്റെ കുടുംബവും തകർന്നു. തന്നോട് ചെയ്തതിന്റെ ദ്രോഹത്തിന്റെ ഫലമായിരുന്നു അത്. ധനുഷും ഐശ്വര്യയും വിവാഹിതരായിരുന്നപ്പോൾ മറ്റു ചിലരുമായി ഡേറ്റിംഗ് ഉണ്ടായി. ഇതാണ് അവരുടെ ബന്ധം പിരിയാൻ കാരണമായതെന്നും സുചിത്ര പറഞ്ഞു. എന്നാൽ ഇതിനോടൊന്നും ധനുഷോ ഐശ്വര്യയോ പ്രതികരിച്ചിരുന്നില്ല. ഐശ്വര്യയുമായി ധനുഷ് വിവാഹമോചിതനായപ്പോഴും പല അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു. ധനുഷിന്റെ ചില ബന്ധങ്ങളാണ് ഇതിന് കാരണമായതെന്നാണ് പ്രചരിച്ച ഗോസിപ്പുകൾ. മാത്രവുമല്ല, വിവാഹമോചനത്തിൽ ധനുഷിന് നേരെ വ്യാപക വിമർശനവും വന്നു. രജനീകാന്തിന്റെ മരുമകൻ എന്ന പേര് തമിഴകത്ത് ധനുഷിന്റെ കരിയറിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരാധകനാണ് താനെന്ന് ധനുഷ് പലതവണ ആവർത്തിച്ചതാണ്. പേരും പ്രശസ്തിയും ഒക്കെ നേടിക്കഴിഞ്ഞപ്പോൾ രജനീകാന്തിന്റെ മകളെ ധനുഷ് ഉപേക്ഷിച്ചു എന്നായിരുന്നു ചില കടുത്ത രജനി ആരാധകർ ഉന്നയിച്ച വാദം. പിന്നാലെ രജനിയുടെ വീടുള്ള പോയസ് ഗാർഡനിൽ 100 കോടിക്ക് മുകളിൽ ചെലവിട്ട് ധനുഷ് ബംഗ്ലാവ് പണിതതും ചർച്ചയായി മാറി. ഐശ്വര്യം രജനീകാന്തുമായും ധനുഷിനുള്ള ഈഗോ ക്ലാഷാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്ന വാദം വന്നു. ധനുഷിനോടും വീട്ടുകാരോടും രജനിയുടെ വീട്ടിൽ അനാദരവ് കാണിച്ചെന്നും ഈ വാശിയായിരുന്നു ധനുഷിനെ കോടികൾ മുടക്കി പോയസ് ഗാർഡനിൽ വീട് പണിയാൻ കാരണമായതെന്നും ഗോസിപ്പുകൾ വന്നു. അതേസമയം രായനാണ് ധനുഷിന്റെ പുതിയ ചിത്രം. പവർ പാണ്ഡി എന്ന ചിത്രത്തിന് ശേഷം ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് രായൻ. ധനുഷ് തന്നെ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രം താരത്തിന്റെ കരിയറിലെ 50ാമത് ചിത്രം കൂടിയാണ്. വയലൻസ് നിറഞ്ഞ ചിത്രമായതുകൊണ്ട് തന്നെ A സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അപർണ ബാലമുരളിയാണ് നായികയായി എത്തുന്നത്. പ്രകാശ് രാജ് ആയിരിക്കും ചിത്രത്തിൽ വില്ലനായിട്ട് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കാളിദാസ് ജയറാമും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. നിത്യമേനൻ, അനിഖ സുരേന്ദ്രൻ, സന്ദീപ് കിഷൻ, SJ സൂര്യ, സെൽവരാഘവൻ, വരലക്ഷ്മി ശരത് കുമാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.